ഹായ് ഗൈസ്, എന്നും നമ്മൾ സിനിമ വാർത്തകളും അപ്ഡേറ്റുകളും ഒക്കെ പങ്കുവെക്കാറുണ്ട്. സോ ഇന്നത്തെ അപ്ഡേറ്റുകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ഹോളിവുഡിൽ നിന്നും റീസെന്റായി തിയേറ്ററുകളിലേക്ക് എത്തിയ ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന ചിത്രം റിലീസിനെത്തിയ ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും മാത്രം 2.5 കോടി രൂപയോളം കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പ്രേക്ഷകരിൽ നിന്നും മിക്സഡ് റിവ്യൂസ് ആണ് ലഭിച്ചതെങ്കിൽ കൂടി മികച്ചൊരു കളക്ഷനാണ് ജുറാസിക് വേൾഡ് റീബർത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സത്യൻ സംവിധാനം ചെയ്തു വരുന്ന ഒരു ഹൊറർ ഫാന്റസി കോമഡി ചിത്രമാണ് സർവം മായ. നിലവിൽ ചിത്രീകരണം നടന്നു വരുന്ന സർവം മായ മലയാളത്തിലെ തന്നെ ആദ്യത്തെ സിംഗ് സൗണ്ട് ഹൊറർ മൂവി ആയിട്ടാണ് ഒരുങ്ങുന്നത്. ഈ വർഷം ഡിസംബർ 19-ാം തീയതി ക്രിസ്മസ് റിലീസായി സർവം മായ തിയേറ്ററുകളിലേക്ക് എത്തും. ലാലേട്ടനെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് വരുന്ന ഓണം റിലീസായി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഹൃദയപൂർവ്വം. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ റിലീസിനൊരുങ്ങുന്നു. നിലവിൽ 1 മിനിറ്റ് ദൈർഘ്യത്തിൽ ഹൃദയപൂർവ്വത്തിന്റെ ഒരു ടീസർ മൂവി ടീം റെഡിയാക്കി കഴിഞ്ഞു. ഈ മാസം തന്നെ ടീസർ പുറത്തു വരികയും ചെയ്യും. വരുന്ന ഓഗസ്റ്റ് 28-നാണ് ഓണം റിലീസായി ഹൃദയപൂർവ്വം തിയേറ്ററുകളിലേക്ക് എത്തുക. ധനുഷിനെ നായകനാക്കി പോർതൊഴിൽ എന്ന സിനിമയ്ക്ക് ശേഷം സംവിധായകൻ വിഘ്നേഷ് രാജ പുതിയൊരു സിനിമ സംവിധാനം ചെയ്യാനൊരുങ്ങുന്നു. ഒരു ആക്ഷൻ ത്രില്ലർ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഈ ചിത്രത്തിൽ പൂജ ഹെഗ്ഡെയാണ് നായിക വേഷത്തിലെത്തുക. ഈ മാസം അവസാനത്തോടുകൂടി ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകൾ ആരംഭിക്കും. ബോളിവുഡിൽ നിന്നും ഇന്ന് ദുരന്തർ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വീഡിയോ പുറത്തു വന്നിരുന്നു. ഒരു ആക്ഷൻ അഡ്വഞ്ചർ പശ്ചാത്തലത്തിൽ തയ്യാറായിരിക്കുന്ന ദുരന്തറിൽ രൺവീർ സിംഗ്, മാധവൻ, സൽമാൻ ഖാൻ, മാധവൻ, സഞ്ജയ് ദത്ത്, അക്ഷയ് ഖന്ന തുടങ്ങി ഒരു വമ്പൻ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. ഉറി എന്ന സിനിമയുടെ സംവിധായകനായ ആദിത്യ ദാറാണ് ദുരന്തർ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫസ്റ്റ് ലുക്ക് വീഡിയോയെ പറ്റി പറയുകയാണെങ്കിൽ മികച്ച ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും വയലൻസ് രംഗങ്ങൾ കൊണ്ടും ദുരന്തറിന്റെ ഫസ്റ്റ് ലുക്ക് വീഡിയോ മികച്ചു നിൽക്കുന്നു. മേ ബി ഈ ഒരു ഫസ്റ്റ് വീഡിയോ വന്നതിന് പിന്നാലെ വലിയൊരു ഹൈപ്പ് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ചിത്രം ഈ വരുന്ന ഡിസംബർ 5-ാം തീയതി പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും. സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്ത ഒരു കോർട്ട് റൂം ത്രില്ലർ മൂവിയാണല്ലോ JSK. പല ആവർത്തി JSKയുടെ റിലീസ് തീരുമാനിച്ചിരുന്നെങ്കിലും ചിത്രത്തിന്റെ ടൈറ്റിലുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വിവാദങ്ങൾ മൂലം JSKയുടെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ ശനിയാഴ്ച കോടതി നേരിൽ JSK സിനിമ കാണുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കോടതി JSK കണ്ടതിന് ശേഷമുള്ള ചിത്രത്തിന്റെ റിലീസ് അനുമതിയുടെ പ്രഖ്യാപനം ഈ വരുന്ന ബുധനാഴ്ച നടത്തപ്പെടുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോ, വിൻസി അലോഷ്യസ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന സൂത്രവാക്യം എന്ന സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ട്രെയിലർ കണ്ടിട്ട് വളരെ പുതുമയുള്ള പ്രമേയത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ത്രില്ലർ സിനിമയാണ് സൂത്രവാക്യം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ വരുന്ന ജൂലൈ 11-ാം തീയതി സൂത്രവാക്യം തിയേറ്ററുകളിലേക്ക് എത്തും. പൃഥ്വിരാജ് സുകുമാരൻ, കൃതി ഷെട്ടി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിനൂവിയ എബ്രഹാമിന്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഖലീഫ. ഏറെ നാളെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വന്നിരുന്ന ഖലീഫയുടെ ആദ്യഘട്ട ചിത്രീകരണം ഇപ്പോൾ ദുബായിൽ വെച്ച് ആരംഭിച്ചതായി മൂവി ടീം തന്നെ ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 10 ദിവസത്തെ ഷൂട്ടാണ് ദുബായിൽ ഖലീഫയ്ക്കായി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ചിത്രീകരണം പൂർത്തിയായ ശേഷം സിനിമയുടെ ഭാഗത്തു നിന്നും ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റും മൂവി ടീം പുറത്തുവിടും. ദുൽഖറിനെ നായകനാക്കി വെങ്കി അട്ലൂരി സംവിധാനം ചെയ്ത് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ സിനിമയാണല്ലോ ലക്കി ഭാസ്കർ. ചിത്രത്തിന് ഒരു 2ാം ഭാഗം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് സംവിധായകൻ വെങ്കി അട്ലൂരി തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ലക്കി ഭാസ്കറിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു കഥ തന്റെ മനസ്സിലുണ്ടെന്നും നിലവിൽ നടന്നു വരുന്ന സൂര്യ 46ന്റെ വർക്കുകൾ പൂർത്തീകരിച്ച ശേഷം ലക്കി ഭാസ്കർ 2-നെ പറ്റി തീർച്ചയായും ചിന്തിക്കുമെന്നുമാണ് വെങ്കി അട്ലൂരി സൂചിപ്പിച്ചിട്ടുള്ളത്. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്തു വരുന്ന കൂലി എന്ന ചിത്രം ലക്ഷ്യമിടുന്നത് ഇതുവരെ തമിഴ് സിനിമ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വൈഡ് റിലീസാണ്. ചിത്രത്തിന്റെ ഓവർസീസ് റൈറ്റ്സ് ഹംസിനി എന്റർടൈൻമെന്റ്സ് സ്വന്തമാക്കിയെന്നുള്ള കാര്യം നമ്മൾ തന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം 100-ലധികം രാജ്യങ്ങളിൽ കൂലി ചിത്രം റിലീസിന് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് ഹൻസിനി എന്റർടൈൻമെന്റ്സ്. ഇതിൽ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ അന്താരാഷ്ട്ര പ്രേക്ഷകരെ ലക്ഷ്യം വെച്ച് അവരുടെ തന്നെ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റിലീസാണ് കൂലിക്കായി ഒരുക്കുന്നത്. വരുന്ന ഓഗസ്റ്റ് 14-ാം തീയതി പാൻ ഇന്ത്യൻ റിലീസായി കൂലി തിയേറ്ററുകളിലേക്ക് എത്തും. മഹേഷ് ബാബു, പൃഥ്വിരാജ് സുകുമാരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി SS രാജമൗലി സംവിധാനം ചെയ്തു വരുന്ന ഒരു ബ്രഹ്മാണ്ഡ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ SSMB 29. നിലവിൽ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ചിത്രീകരണം നടന്നു വരുന്ന SSMB 29ന്റെ ടൈറ്റിൽ പ്രഖ്യാപനം വരുന്ന ഓഗസ്റ്റ് മാസം 9-ാം തീയതി മഹേഷ് ബാബുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തു വരുമെന്ന് കഴിഞ്ഞ ദിവസം ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരുന്നു. ഇന്നിപ്പോൾ സിനിമയുടെ ഭാഗത്തു നിന്നും ലഭ്യമായിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത എന്തെന്നാൽ ചിത്രത്തിന്റെ അടുത്ത മാസം കെനിയയിൽ വെച്ച് ആരംഭിക്കാനിരിക്കുന്ന ചിത്രീകരണത്തിൽ മലയാളി താരം പൃഥ്വിരാജ് സുകുമാരനും SSMB 29-ൽ ജോയിൻ ചെയ്യുമെന്നാണ്. ആവേശം എന്ന സിനിമയ്ക്ക് ശേഷം ജിത്തു മാധവൻ സൂര്യ നായകനേക്ക് ഒരു സിനിമ ചെയ്യാൻ ഒരുങ്ങുന്നു എന്നൊരു വാർത്ത കുറച്ചു നാളായി പ്രചരിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഇതൊരു റൂമറായി പറഞ്ഞിരുന്നെങ്കിൽ പോലും ഈ വാർത്ത ഇപ്പോൾ സത്യമായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ജിത്തു മാധവൻ സൂര്യയും ഒത്തു ചെയ്യാനിരിക്കുന്ന സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യം ലാലേട്ടന്റെ അടുത്ത് പറയുകയും ലാലേട്ടന്റെ സ്ക്രിപ്റ്റ് ഓക്കെ ആവാത്തതിനാൽ അതേ സ്ക്രിപ്റ്റ് സൂര്യയുടെ അടുത്ത് പറഞ്ഞ് സൂര്യ ഓക്കെ പറഞ്ഞതിന് പിന്നാലെയാണ് ജിത്തു മാധവൻ ഈ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ചിട്ടുള്ളത്. ഒരു തമിഴ് സിനിമയായിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് തയ്യാറാവുന്നതെങ്കിൽ കൂടി മലയാളത്തിൽ നിന്നും ചില താരങ്ങൾ ഈ ഒരു പ്രോജക്റ്റിൽ ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ലാലേട്ടൻ, മമ്മൂക്ക, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്തു വരുന്ന പാട്രിയേറ്റിന്റെ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വർഷം അവസാനത്തോടുകൂടി ഷൂട്ടിംഗ് വർക്കുകൾ പൂർത്തീകരിച്ച ശേഷം 2026 മാർച്ച് 19-ാം തീയതി ഈദ് റിലീസായി പാട്രിയേറ്റ് തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം.